നമസ്കാരം. ഏത് ആഗോള ഭീമാകാരനായാലും നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ഭരണഘടനയെയും പ്രധാനമന്ത്രിയെയും തൊട്ടുകളിച്ചാൽ കളി മാറും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ലോകത്തെ വിറപ്പിക്കുന്ന വമ്പൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അമരക്കാരനായ മാർക്ക് സക്കർബർഗ് പോലും ഇപ്പോൾ ഇന്ത്യയുടെ ശക്തമായ താക്കീതിന് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. വെറുമൊരു സാങ്കേതിക തകരാറെന്ന പച്ചയായ നുണയും പറഞ്ഞ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് 5 മണിക്കൂറോളമാണ് ഇവർ ബോധപൂർവം മുക്കിപ്പിച്ചത്. സാധാരണ ഒരു കാര്യമല്ല ഇത്. നേരിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സുപ്രധാന വീഡിയോ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ പിന്നെ ഏത് ജനാധിപത്യ സർക്കാരാണ് മൗനം പാലിക്കുക? കൃത്യമായി പറഞ്ഞാൽ മോദി സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വഴി വലിയ തോതിലുള്ള അട്ടിമറി ശ്രമങ്ങളും ആസൂത്രിതമായ ഗൂഢാലോചനകളും നടക്കുന്നുണ്ടെന്ന BJP MP-യും പാർലമെന്ററി സമിതി അംഗവുമായ നിഷികാന്ത് ദുബെയുടെ കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ രാജ്യത്ത് രാഷ്ട്രീയമായി വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാർക്ക് സക്കർബർഗ് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മെറ്റ കമ്പനിയുടെ ഇന്ത്യയിലെ അടിവേരുകൾ പിഴുതെറുക്കുമെന്ന തരത്തിലുള്ള ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷയം ഇത്രത്തോളം ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക ചർച്ചയായി മാറാൻ കാരണം വേറെയുമുണ്ട്. കഴിഞ്ഞ ജൂലൈ 23-ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടും രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായ പരീക്ഷാ ചോർച്ചയ്ക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സെൽഫി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. രാജ്യത്തെ യുവാക്കൾക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ തരംഗം സൃഷ്ടിച്ച ആ സുപ്രധാന വീഡിയോയാണ് ഫേസ്ബുക്കിന്റെ അൽഗോരിതത്തിന്റെ പണിപ്പുരയിൽപ്പെട്ട് 5 മണിക്കൂറോളം കാണാതായത്. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം യാതൊരു മനസാക്ഷിയുമില്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമാക്കിയത് സാധാരണ ഒരു സാങ്കേതിക വീഴ്ചയായി കാണാൻ കഴിയില്ലെന്നാണ് പാർലമെന്റിന്റെ വാർത്താവിനിമയ IT വകുപ്പ് സമിതി വ്യക്തമാക്കുന്നത്. ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനും രാജ്യത്ത് തെറ്റായ സന്ദേശങ്ങളും അവമതിപ്പും സൃഷ്ടിക്കാനുമുള്ള ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്ന് BJP MP നിഷികാന്ത് ദുബെ തുറന്നടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മാപ്പ് പറഞ്ഞേ തീരൂ എന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാർലമെന്ററി സമിതിയും കേന്ദ്ര സർക്കാരും. ഇവിടെയാണ് ആഗോള ഭീമാകാരന്മാരായ മെറ്റ കമ്പനിയുടെ ഉറക്കം കെടുത്തുന്ന ഏറ്റവും വലിയ നിയമപരമായ കുരുക്ക് വരുന്നത്. ഇന്ത്യയിൽ IT വകുപ്പിലെ 79-ാം സെക്ഷൻ പ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകി വരുന്ന പ്രത്യേക സുരക്ഷിത താവളം അഥവാ സേഫ് ഹാർബർ എന്ന പദവിയാണ് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഈ സേഫ് ഹാർബർ പദവി എന്താണെന്നല്ലേ? സാധാരണയായി ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഉപയോക്താക്കൾ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളുടെയും കമന്റുകളുടെയും പേരിൽ ആ പ്ലാറ്റ്ഫോമുകളുടെ മാതൃ കമ്പനിയെ നേരിട്ട് പ്രതി ചേർക്കാനോ കോടതി കയറ്റാനോ കഴിയില്ല. അതായത് പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾക്ക് നേരിട്ട് നിയമ നടപടി നേരിടാത്ത രീതിയിലുള്ള ഒരു സുരക്ഷാ കവചമാണിത്. എന്നാൽ സക്കർബർഗ് ഈ വിഷയത്തിൽ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ ഈ പ്രത്യേക സുരക്ഷാ പദവി ഒറ്റയടിക്ക് എടുത്തു കളയാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വരുന്ന നിയമവിരുദ്ധമായ പോസ്റ്റുകൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും നേരിട്ട് ഉത്തരവാദിയാകുന്നത് മെറ്റ കമ്പനിയും അതിൻ്റെ ഉടമകളുമായിരിക്കും. അതായത് കമ്പനി നേരിട്ട് വൻ വില നൽകേണ്ടി വരുമെന്നും രാജ്യത്തിൻ്റെ നിയമപ്രകാരം നേരിട്ട് ക്രിമിനൽ കേസുകൾ നേരിടേണ്ടി വരുമെന്നും ചുരുക്കം. രാജ്യത്തിൻ്റെ ഡിജിറ്റൽ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കമ്പനികൾ ജനങ്ങളുടെ സ്വകാര്യതയ്ക്കും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അങ്ങേയറ്റം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. സാങ്കേതിക തകരാർ മാത്രമാണ് ഇതിന് കാരണമെന്ന മെറ്റയുടെ പതിവ് പല്ലവി ഇവിടെ ഒട്ടും തന്നെ ഏശിയിട്ടില്ല. അൽഗോരിതത്തിൽ വന്ന ചെറിയൊരു പിഴവെന്ന ലളിതമായ വിശദീകരണം നൽകി എളുപ്പത്തിൽ രക്ഷപ്പെടാൻ നോക്കിയ കമ്പനിക്ക് തികച്ചും കർശനമായ മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. സാങ്കേതിക തകരാറിന്റെ പൂർണ്ണ വിവരങ്ങളും സാങ്കേതിക വിശദാംശങ്ങളും അടങ്ങിയുള്ള രേഖാമൂലമുള്ള വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം കർശന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മെറ്റയുടെ ഗ്ലോബൽ പബ്ലിക് പോളിസി ഹെഡ് ജോയൽ കപ്ലാൻ, ഇൻസ്റ്റഗ്രാം സാങ്കേതിക വിഭാഗം തലവൻ എന്നിവരെ നേരിട്ട് വിളിപ്പിച്ചു വരുത്തി വിശദീകരണം തേടാനാണ് കേന്ദ്ര IT മന്ത്രാലയത്തിന്റെ അടിയന്തര തീരുമാനം. കേന്ദ്ര IT സെക്രട്ടറി S കൃഷ്ണൻ ഈ കൂടിക്കാഴ്ചയുടെയും നോട്ടീസിന്റെയും വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിന്റെ ഡെഡിക്കേറ്റഡ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇനി ഇന്ത്യൻ മണ്ണിൽ വന്ന് കേന്ദ്ര സർക്കാരിന് കൃത്യമായ ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യ പോലുള്ള വലിയൊരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളെയും ജനവികാരത്തെയും മാനിക്കാൻ ഇത്തരം ആഗോള കുത്തകകൾ ബാധ്യസ്ഥരാണ്. സാങ്കേതിക വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ ആഭ്യന്തര സംവിധാനങ്ങൾ ഒരുക്കാൻ കമ്പനികൾ തയ്യാറാകണം. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തത് മാത്രമല്ല, മറ്റ് നിരവധി ഗുരുതരമായ വിഷയങ്ങളും ഇപ്പോൾ മെറ്റയ്ക്ക് മേൽ കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സർക്കാരിനെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾക്കും വിദ്വേഷ പോസ്റ്റുകൾക്കും അമിത പ്രാധാന്യവും റീച്ചും ലഭിക്കുന്നുവെന്ന പരാതികളും സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് പരിശോധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ചിത്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കൃത്രിമമായി നിർമ്മിച്ച് ഡിജിറ്റൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഹൈദരാബാദ് സൈബർ പോലീസ് മെറ്റ ഇന്ത്യ തലവൻ അരുൺ ശ്രീനിവാസിനെതിരെ കഴിഞ്ഞ ദിവസം FIR രജിസ്റ്റർ ചെയ്തത് ഇതിന്റെ ഭാഗമായി വലിയ ദേശീയ തല ചർച്ചയായി കഴിഞ്ഞു. അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങളും ഉള്ളടക്കങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നത് തടയുന്നതിൽ പടുകൂറ്റൻ പരാജയം സംഭവിച്ചതും AI സാങ്കേതികവിദ്യയുടെ പേരിൽ നടക്കുന്ന വലിയ ദുരുപയോഗങ്ങളും ചൂണ്ടിക്കാട്ടി കേന്ദ്രം മെറ്റയോട് കണക്ക് ചോദിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വെറും ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന ഇടങ്ങൾ മാത്രമല്ല, മറിച്ച് കോടിക്കണക്കിന് ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട സാമൂഹിക ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങൾ കൂടിയാണെന്ന സത്യം മെറ്റ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഡിജിറ്റൽ ലോകത്തെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പരാജയപ്പെടുന്ന പക്ഷം കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ലോകത്തെ വലിയ സാങ്കേതിക ഭീമന്മാരായിരിക്കും. എന്നാൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും പൂർണ്ണമായി വിധേയപ്പെട്ടേ പറ്റൂ എന്ന ശക്തമായ സന്ദേശമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ നൽകുന്നത്. രാജ്യത്തിൻ്റെ IT അടിസ്ഥാന സൗകര്യങ്ങളെയും ഡിജിറ്റൽ സുരക്ഷയെയും ആരെങ്കിലും ബോധപൂർവം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചാൽ അത്തരം കുത്തക കമ്പനികളെ മുട്ടുകുത്തിക്കാൻ ഇന്ത്യക്ക് അറിയാമെന്ന് തന്നെയാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. സക്കർബർഗിന്റെ മെറ്റ കമ്പനി ഇന്ത്യയുടെ ഈ താക്കീതിനെ എങ്ങനെയാണ് സമീപിക്കാൻ പോകുന്നത് എന്നതും ഔദ്യോഗിക മാപ്പപേക്ഷയുമായി അവരുടെ ഉന്നതർ എത്തുമോ എന്നതും രാജ്യവും ലോകവും ഉറ്റുനോക്കുന്ന ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ നിമിഷങ്ങളായാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ദേശീയ സുരക്ഷാ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് മോദി സർക്കാരും പാർലമെന്ററി സമിതിയും ഉള്ളത്. ഫേസ്ബുക്കിന്റെയും മെറ്റയുടെയും ഭാഗത്തു നിന്നും ഇനിയും ജാഗ്രതാ കുറവുകൾ ഉണ്ടായാൽ അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഈ പുതിയ കാലഘട്ടത്തിൽ നിയമം എല്ലാവർക്കും തുല്യമാണെന്നും അത് ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ഈ നടപടികളിലൂടെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത്. ഇന്ത്യയുടെ ജുഡീഷ്യറിയും കർശനമായ നിയമങ്ങളും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഡിജിറ്റൽ രംഗത്തെ സുതാര്യത ഉറപ്പാക്കുമെന്ന് ഇതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. സാധാരണക്കാരായ പൗരന്മാരുടെ വിവരങ്ങളുടെ സുരക്ഷയും രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ ഒട്ടൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. മാർക്ക് സക്കർബർഗിന്റെ മെറ്റയ്ക്ക് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ഇന്ത്യയുടെ ഡിജിറ്റൽ രാഷ്ട്രീയ രംഗത്ത് പുതിയൊരു ചരിത്ര വഴിത്തിരിവാണ് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും തകിടം മറിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അവർക്ക് ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവ വികാസങ്ങൾ. സാങ്കേതിക മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ സുതാര്യതയും ഉറപ്പാക്കാൻ കമ്പനികൾ ബാധ്യസ്ഥരാണ്. ദേശീയ സുരക്ഷയാണ് സർക്കാരിന് എപ്പോഴും പ്രഥമ പരിഗണന. പ്ലാറ്റ്ഫോമുകളുടെ ഇത്തരം വീഴ്ചകൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നതോടെ രാജ്യത്ത് സാങ്കേതിക രംഗത്ത് പുതിയ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും കർശനമായി നടപ്പിലാക്കപ്പെടും. ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താനും ഏതറ്റം വരെയും പോകാൻ കേന്ദ്ര സർക്കാർ ഒട്ടും മടിക്കില്ല. ഇന്ത്യയുടെ നിയമങ്ങൾ പാലിക്കാൻ മടിക്കുന്ന അന്താരാഷ്ട്ര ടെക് ഭീമന്മാർക്ക് ഇതൊരു കടുത്ത സന്ദേശമാണ്. രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മുകളിലല്ല യാതൊരുവിധ കോർപ്പറേറ്റ് കമ്പനികളുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സുവർണ അധ്യായമാണിത്. ഭാരതത്തിൻ്റെ ഡിജിറ്റൽ ചരിത്രത്തിൽ വരും നാളുകളിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ സംഭവ വികാസങ്ങൾ അടിസ്ഥാനമിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിൻ്റെ ഡിജിറ്റൽ പരമാധികാരത്തെ സംരക്ഷിക്കാൻ സർക്കാർ സജ്ജമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ പൗരന്മാരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ജനാധിപത്യത്തിന്റെ അന്തസ്സും പവിത്രതയും കാത്തുസൂക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്.
അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വാർത്താവിശേഷവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.